ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ ഒരു ദിനമായിരിക്കട്ടെ ഇന്നത്തെ ദിനം. വലിയ പ്രതീക്ഷയോടെയാണ് ആ യുവാവിനെ പിതാവ് ഉപരിപഠനത്തിന് ദൂരത്തേക്ക് അയച്ചത്. തന്റെ ഭീമമായ സമ്പത്ത് ഏൽപ്പിക്കാനുള്ള മകൻ, വലിയ ഉദ്യോഗങ്ങൾ വഹിച്ചുകൊണ്ട് അഭിമാനം നിലനിർത്തേണ്ടവൻ. പക്ഷെ ആ യുവാവിന്റെ മനസ്സിൽ മറ്റൊരു തീരുമാനം കടന്നു വന്നു. സാധുക്കളെ സേവിക്കണം, ജനങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കണം. ഇതിന് അദ്ദേഹം കണ്ടെത്തിയ ഏക വഴി ഒരു വൈദികനാകുക എന്നതാണ്. തീരുമാനം വീട്ടുകാരെ അറിയിച്ചു. ശക്തമായ എതിർപ്പുകളുടെ മധ്യേ ആ യുവാവ് ഒരു വൈദികനായി. ഒരു പ്രത്യേകത, ആ നവപൂജ അർപ്പണത്തിന് കുടുംബത്തിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ആരും എത്തിയിരുന്നില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 12-ാം തിരുവചനം, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആരാണെന്നോ ഈ യുവാവ്? മൊളോക്കോ ദ്വീപിൽ കുഷ്ഠരോഗികൾക്ക് ശുശ്രൂഷ ചെയ്ത് ജീവൻ ഹോമിച്ച ഡാമിയൻ എന്ന വൈദികൻ. അദ്ദേഹം ഇന്ന് വിശുദ്ധനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹവും പരസ്നേഹവും നമ്മെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. ഈ സത്യം നാം തിരിച്ചറിയണം. സഹോദരനെ ദ്വേഷിക്കുന്നവൻ കൊലപാതകിയാണ്, അവരെ വെറുപ്പിക്കുന്നവനും കൊലപാതകിയ തന്നെ. നമുക്ക് ശത്രുത വേണ്ടെന്ന് വെച്ചുകൂടെ? സ്നേഹത്തിന്റെ ഒരു ജീവിതമായിരിക്കട്ടെ നിങ്ങളുടെയും എന്റെയും. ദൈവം കൃപ ചൊരിയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.